ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ ഹരി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എനിക്ക് അത്ര സുഖമുള്ള ഒരു ദിവസമല്ല കേട്ടോ. ഭയങ്കരമായിട്ട് ഇങ്ങനെ കുളിരിണ്, ഉള്ളു കൊടയാ എന്നാ പുറത്തോട്ട് പനിയില്ല, ഛർദിക്കാൻ വരിക എന്നാ ഛർദിക്കണു ഇല്ല, അങ്ങനത്തെ ഒരു അവസ്ഥ. 2 ദിവസം മുമ്പ് പ്രശാന്തേട്ടനും അങ്ങനെ തന്നെ പറയുണ്ടായിരുന്നു കേട്ടാ. ഇന്നലെ ജാനുവിനും അങ്ങനെ പറയുണ്ടായിരുന്നു. അപ്പൊ ഇന്നലെ തൊട്ട് ഞാൻ ജാനുവിന് പനിക്കൂർക്ക് ഇതൊക്കെ വാട്ടി കൊടുക്കുന്നുണ്ട്. അവൾക്ക് ഏകദേശം കുറഞ്ഞു. അപ്പോഴാണ് എനിക്കിപ്പൊ ഇങ്ങനെ വന്നേക്കണേ കേട്ടോ. ഭാഗ്യത്തിന് മോന് മാത്രം വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പൊ ആ വെയ്യാത്തന്റെ ഒരു മൂഡ് ഔട്ട് എന്റെ മുഖത്ത് തന്നെ കാണാട്ടോ. അന്ന് എനിക്ക് പനിയോ ജലദോഷോ വേറെ ഒന്നും ഫീൽ ചെയ്യണില്ല കേട്ടോ. ഛർദിക്കാൻ വരുന്ന പോലെ ഒരു ഇത് രാത്രി ഇങ്ങനെ ഒരു തണുക്കണ പോലെ ഉണ്ടായിരുന്നു. പക്ഷെ അതിപ്പോ തണുപ്പാണല്ലോ, മഴയൊക്കെ അല്ലേ. പക്ഷെ ഇന്ന് രാവിലെ തൊട്ട് എന്തൊക്കെ കഴിച്ചാലും ഛർദിക്കാൻ വരുന്ന പോലെ തോന്നുന്നുണ്ട്. നമ്മുടെ പറമ്പിൽ ഞാൻ കുറച്ച് മോശമി അതുപോലെ പനിക്കൂർക്കൊക്കെ നട്ടു വെച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ ഒരു നടല് നടേണ്ട ആവശ്യം വന്നുള്ളൂ. മോശമി എന്ന് വെച്ചാൽ ഈ മുയൽ ചെവിയാണ്. അതിന്റെ ഈ പൂ വീണിട്ട് പിന്നെ മഴ പെയ്യുമ്പോഴൊക്കെ മുളച്ചു വരും. അപ്പൊ അതിന്ന് 2-3 ഇല പൊട്ടിച്ച് അത് ഞാൻ വാട്ടി വെച്ചു. കുറച്ച് ജാനുവിനും കൊടുക്കാം, കുറച്ച് എനിക്കും കഴിക്കാലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടാ. നമ്മളെ ഈ ചെറിയ ജലദോഷോ ചെറിയ പനിയോ അങ്ങനെ എന്തെങ്കിലും ചെറുതായിട്ട് വരുമ്പോഴേക്കും നമ്മൾ ഓടിപ്പോയി ഹോസ്പിറ്റലിൽ പോകണമെന്ന് നിർബന്ധമില്ല കേട്ടോ. ഇതുപോലെ പനിക്കൂർക്കയോ മുയൽ ചെവിയോ ആടലോടകോ ഒന്നും പിന്നെ കുട്ടികൾക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പൊ ഈ പനിക്കൂർക്കും മുയൽ ചെവിയൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ അതിന്ന് 2-3 ഇലയൊക്കെ എടുത്ത് ഒരു ഇത്തിരി വെള്ളത്തിലൊന്ന് വാട്ടിയിട്ട് കുറച്ച് തേനൊഴിച്ചു കൊടുത്താൽ കുട്ടികൾ നല്ല ജ്യൂസ് പോലെ കുടിച്ചോളൂ കേട്ടോ. അപ്പൊ അത് കഴിച്ചാൽ ശരിക്കും നന്നായി കബളകി പോവും ചെയ്യും, നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ. നല്ലതാണ്. അപ്പൊ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഞാൻ ഇങ്ങനെ ചെറിയ ചെറിയ അസുഖങ്ങൾ വരുമ്പോഴേക്കും ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാറില്ല. ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. ഹോസ്പിറ്റലിൽ ഒരു 100 മരുന്ന് നമുക്ക് എഴുതി തരും. മിക്കതും നമുക്ക് ആവശ്യമില്ലാത്ത മരുന്നായിരിക്കും. അതിലേതെങ്കിലും ഒരെണ്ണമായിരിക്കും നമ്മുടെ ആവശ്യത്തിനുള്ള മരുന്ന്. പണ്ടത്തെ പോലെ സർവീസ് അല്ലല്ലോ ഇപ്പൊ ഹോസ്പിറ്റലുകള്, ഫുൾ ബിസിനസ് മൈൻഡ് ആയില്ലേ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമ്പോ, ഇപ്പൊ വയറിന് എന്തെങ്കിലും പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി നന്നായിട്ട് ചതച്ചിട്ട് ഒരു ഇത്തിരി മധുരം കൂടി കൂട്ടിയിട്ട് മിഴുങ്ങാൻ പറഞ്ഞു കൊടുക്കും. അപ്പൊ വയറിന്റെ സംഭവം ശരിയാവും. അതുപോലെ ഇങ്ങനെ ജലദോഷത്തിന് ഇങ്ങനെയും അങ്ങനെയൊക്കെയാണ് കേട്ടോ മുമ്പോട്ട് പോണേ. ഇന്ന് ക്ലാസ് ഇല്ലാത്ത ദിവസമായതുകൊണ്ട് ജാനുവിനെ വിളിക്കാണ്ട് തന്നെ ജാനു എഴുന്നേറ്റ് വന്നിരിക്കാട്ടാ. തംശു പിന്നെ ക്ലാസ് ഉള്ള ദിവസമായാലും ക്ലാസ് ഇല്ലാത്ത ദിവസമായാലും വിളിച്ചാ അപ്പൊ തന്നെ എഴുന്നേറ്റോളൂ, വേറെ പ്രശ്നമില്ല. ജാനുവിന് ക്ലാസ് ഉള്ള ദിവസമാണെങ്കിൽ ജാനു അമ്മയെ ഒരു 5 മിനിറ്റ്, അമ്മയെ ഒരു 10 മിനിറ്റ്, അവർക്ക് നേരത്തെ വണ്ടി വരുന്നത് കൊണ്ടേ നേരത്തെ എഴുന്നേറ്റ് ശീലായി. ഇപ്പൊ ജാനു ദേ ക്ലാസ് ഇല്ലാത്ത ദിവസം വിളിക്കും കൂടി വേണ്ട, ഞാൻ എഴുന്നേറ്റ് പോരുമ്പോഴേക്കും ജാനു എഴുന്നേറ്റ് അടുക്കളയിലെത്തും. അവളുടെ വക സംശയങ്ങളായി കഥകളായി. അതിന്റെ ഇടയിൽ നമ്മുടെ നൂലപ്പൻ ചേട്ടൻ വന്നു പോയിട്ടാ. ഞാൻ ഇന്ന് വാങ്ങിച്ചില്ല. എന്തായാലും തക്കാളി ചമ്മന്തിയും ദോശയുണ്ട്. പിന്നെ ഇന്ന് സാറ്റർഡേ സൺഡേ ആൾക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട് ചാലക്കുടിയില്. അപ്പൊ പ്രശാന്തേട്ടൻ പോണ വഴിക്ക് എന്റെ വീട്ടിൽ കൊണ്ടുപോയി ആക്കും പോട്ടയില്. അപ്പൊ അമ്മ കൊണ്ടുപോവാ ചെയ്യാ. അപ്പൊ ദേ അതിന് പോവാനുള്ള റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ. ദോശയൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പോവാമെന്നും പറഞ്ഞിട്ട് ഞാൻ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കുട്ടികൾ വീട്ടിലുള്ള ദിവസം നമുക്ക് സമയം എങ്ങനെയാ പോണേന്ന് അറിയില്ല അല്ലെ. അത്ര പെട്ടെന്ന് പോകും. എന്നും സ്കൂളിൽ നിന്ന് വരുമ്പോഴും അതുപോലെ ഇങ്ങനെ 2 ദിവസം മുടക്കൊക്കെ കിട്ടുമ്പോ എന്തെല്ലാം കാര്യങ്ങളാന്നറിയോ രണ്ടുപേർക്കും പറയാൻ. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് തല്ലൂട്ടാ. ഞാൻ പറയട്ടെ അന്നാ എന്ത് കാര്യം പറയാനുള്ളതും രണ്ടുപേർക്കും ഒരുമിച്ച ഓർമ്മ വരിക. അപ്പൊ ഞാൻ പറയാം ആദ്യം എന്നാ മോൻ പറ, അത് കഴിഞ്ഞിട്ട് ജാനുകുട്ടി പറയാം. അങ്ങനെ സമയം കൊടുത്തിട്ടാ ഇതൊക്കെ കേൾക്കണേ. പക്ഷേ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അവര് പറയണേന്ന് വെച്ചാലും അത് നമ്മൾ കേട്ടോണ്ടിരിക്കാൻ നല്ല രസമാണ്. അവർക്കത് വലിയൊരു കാര്യമാണ്. നമ്മളതൊക്കെ ശ്രദ്ധിച്ച് കേട്ടിരുന്ന് അതിലെന്തെങ്കിലും ഡൗട്ടൊക്കെ ചോദിച്ചു കഴിഞ്ഞാണ്ടല്ലോ അവർക്കത് ഭയങ്കര സന്തോഷമാണ്. ഭയങ്കര എന്തോ വലിയ കാര്യം ഷെയർ ചെയ്യണ പോലെയാണ്. ഞാനും കുഞ്ഞിതായിരുന്നപ്പോ എന്റെ അമ്മയുടെ അടുത്ത് ക്ലാസ് കഴിഞ്ഞ് ചെന്നിട്ട് എന്തോരോ കാര്യങ്ങളാ പറയാന്നറിയോ. ഫസ്റ്റത്തെ പീരീഡ് തൊട്ട് ലാസ്റ്റ് വരെ ഉണ്ടായ കാര്യങ്ങളും മിസ്സുമാര് പറഞ്ഞ കാര്യങ്ങളും പഠിക്കാനെടുത്ത കാര്യങ്ങളും ഹോംവർക്ക് മിക്കതും കുറെയൊക്കെ പറയല് വിട്ടുപോകും. എന്നാലും കുട്ടികൾ തമ്മിൽ പറഞ്ഞ കഥകളും കളികളും ഇതൊക്കെ പറയൂട്ടോ. ശരിയാക്കി കൊണ്ടിരിക്കേണ്ടത് കണ്ട. അതും പോയി. നമ്മുടെ ഫ്രണ്ടിൽ വെച്ചേക്കണ ആ ഒരു ബോൺസായി ഫൈക്കസ് ഉണ്ടല്ലോ, അതില് കുറെ കുഞ്ഞിക്കിളികൾ വന്ന് കൂട് കൂട്ടുണ്ട് കേട്ടാ. എനിക്ക് തോന്നണു ഫിഞ്ചസ് ആണെന്ന് തോന്നണു കേട്ടാ. അവര് എപ്പോഴും വരും പോവും. അതിന്റെ ഇടയിൽ കാക്കകളും വരുന്നുണ്ട് കേട്ടോ. അവര് മുട്ടയിട്ടണെങ്കിൽ അത് എടുത്തിട്ട് പോവാന്ന് വിചാരിച്ചിട്ട്. ഞാൻ കാണുമ്പോഴൊക്കെയാ കാക്ക വരണേന്ന് വെച്ചാൽ ഞാൻ ഓടിപ്പോയി ഓടിപ്പിക്കും കേട്ടോ. പിന്നെ അങ്ങനെ കാക്കകൾ വന്നാലും പെട്ടെന്നൊന്നും അവരെ കൂട്ടിന്ന് ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അവരെ കൂട് മൊത്തത്തിൽ പൊതിഞ്ഞ ടൈപ്പാണ്. അതിന്റെ ഉള്ളിൽ കൂടെ എങ്ങനെ ഇവരെന്നെ അകത്തേക്ക് കയറണേന്ന് എനിക്ക് മനസ്സിലാവണില്ല. പക്ഷെ തൊപ്പിക്കിളിയുടെ ആണെങ്കിൽ ഇങ്ങനെ തുറന്നു വെച്ച
വെച്ച പാത്രം പോലെയാ കൂട്. അതുകൊണ്ട് തന്നെ തൊപ്പിക്കിളി പുറത്തൊന്നും കൂട് വെക്കണില്ല. ഉള്ളിൽ വന്ന് ഞങ്ങളുടെ കോട്ടിയാടിൽ ഞങ്ങളെ പോലും പേടിയില്ലാണ്ട് അവിടെ വന്നിട്ടാ കൂട് വെച്ചേക്കണേ. അവർക്ക് ബുദ്ധിയുണ്ട്, ഞങ്ങളൊന്നും ചെയ്യില്ല എന്നറിയാം. അതുപോലെ തന്നെ കാക്കി ഇതൊന്നും ഈ വീടിന്റെ ഉള്ളിൽ കയറി വരില്ലല്ലോ. അപ്പൊ സുരക്ഷിതമായിട്ട് അവരുടെ മുട്ടയും കുഞ്ഞൊക്കെ ഇരിക്കുന്നുള്ള ഒരു ഉറപ്പിലാന്ന് തോന്നുന്നുണ്ട് കേട്ടോ അവര് ഉള്ളിൽ കൂട് വെച്ചേക്കണേ. അപ്പൊ നമ്മള് ദോശക്കുള്ള തക്കാളി ചമ്മന്തി ഉണ്ടാക്കാണ് കേട്ടോ. റെസിപ്പി പ്രത്യേകിച്ചൊന്നുമില്ല. സവാളയുണ്ട്, തക്കാളി ഉണ്ട്, രണ്ടും ചെറുതായിട്ടൊന്ന് വാട്ടും. കുറച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് മുളക് പൊടി ഇടും. അത് കഴിഞ്ഞൊന്ന് ഇളക്കി സെറ്റ് ആക്കിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മള് അടിച്ചെടുക്കും കേട്ടോ. അത്രേ ഉള്ളൂ തക്കാളി ചമ്മന്തി. പക്ഷെ തക്കാളി ചമ്മന്തി ഉണ്ടെങ്കിൽ ഇവിടെ നന്നായിട്ട് ദോശ കയറിക്കോളൂ കേട്ടോ പിള്ളേർക്ക് മാത്രല്ല എനിക്കും നല്ല ഇഷ്ടമാണ് തക്കാളി ചമ്മന്തി. അല്ലെങ്കിൽ പിന്നെ ചമ്മന്തി പൊടി ഉണ്ടല്ലോ വെളിച്ചെണ്ണയിൽ കലക്കണത്, അതും ഇഷ്ടമാണ് കേട്ടോ ഇവിടെ. എനിക്ക് അത് വലിയ ഇഷ്ടമില്ല. എനിക്ക് തക്കാളി ചമ്മന്തി ഉണ്ടെങ്കിലേ ഞാൻ ദോശ കഴിക്കാറുള്ളൂ. അങ്ങനെ ഒരു 9 മണിയൊക്കെ കഴിഞ്ഞപ്പോ എന്റെ പുത്രൻ എഴുന്നേറ്റ് പല്ലേച്ച് അടുക്കളയ്ക്ക് എത്തിയിട്ടുണ്ട് കേട്ടാ. ഇനി ദോശ ഞാൻ ഉണ്ടാക്കിക്കോളാം അമ്മയെന്നും പറഞ്ഞിട്ട് ആളത് ഏറ്റെടുത്തിട്ടുണ്ട്. അവന്റെ ഒരു ആഗ്രഹല്ലേ, അവൻ അങ്ങോട്ട് ചെയ്യട്ടെ എന്ന് ഞാനും വിചാരിച്ചു. എനിക്ക് വേറെ പണികളുണ്ട്. പ്രശാന്തായിട്ട് ഇന്നൊരു 4-5 നാരങ്ങ പൊട്ടിച്ചു വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആർക്കോ കൊടുക്കാനാന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ നാരങ്ങ മൂത്തതുണ്ടോന്ന് അറിയാൻ വേണ്ടിട്ട് ഇനി പറമ്പിലേക്ക് പോവാണ് കേട്ടാ. നാരങ്ങ ഇത്തവണത്തെ ഏകദേശം ഒക്കെ കഴിഞ്ഞു തുടങ്ങിയിട്ടാ. ഇനി കുഞ്ഞു കുഞ്ഞു പൂവൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് അടുത്ത ആവശ്യം വരുമ്പോഴത്തേക്കും അത് വലുതായി ഉണ്ടാവും എന്ന് വിചാരിക്കാം. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ആശാൻ എനിക്ക് ഇത്തവണ ഒരുപാട് വടുകപ്പുളി തന്നിട്ടുണ്ട് കേട്ടാ. മഴ പെയ്തോടുകൂടി പറമ്പ് ഫുള്ള് കാടായിട്ടാ. ഇനി അതൊന്ന് വെട്ടി വെളുപ്പിച്ച് സെറ്റാക്കി എടുക്കണം. അങ്ങനെ നമ്മുടെ നാരങ്ങ പറക്കലൊക്കെ കഴിഞ്ഞെത്തിപ്പിക്കും നമശിവിന്റെ ദോശ ഉണ്ടാക്കലും കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ. എന്നാ പിന്നെ ഇനി നംശുവിനോട് വർത്താനം പറഞ്ഞ് അവിടെ ഇത്തിരി നേരം ഇരിക്കാന്ന് വിചാരിച്ച് നംശുവിന് കമ്പനി കൊടുത്ത് നംശുവിന്റെ കൂടെ തന്നെ അവിടെ ഇരുന്നു കേട്ടാ ഞാൻ. ജാനുവിന്റെ കഥ പറച്ചിലും കാര്യങ്ങളും കഴിഞ്ഞ് ജാനു അച്ഛന്റെ കൂടെ പോട്ടയിലേക്ക് പോയിട്ടുണ്ട്. ഇനി നമുക്ക് നംശുവിന്റെ കഥകളൊക്കെ കേൾക്കാട്ടാ. നമശിവ് പറയാണ്, ഞാൻ ഉണ്ടാക്കിയ ദോശ എങ്ങനെയുണ്ട് നോക്കിയമ്മേ, ഒരു കഷ്ണം കഴിച്ചു നോക്കിയെന്ന് പറഞ്ഞ് തരുവാണ് കേട്ടാ. ഞാൻ പിന്നെ കഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് എനിക്കും വിശപ്പുണ്ടായിട്ടാ. അങ്ങനെ കുറച്ച് ഞാൻ അവന്റെ കയ്യിൽ നിന്ന് കഴിക്കുകയും ചെയ്തു. അവന് നന്നായിട്ട് കുക്ക് ചെയ്യാൻ അറിയാട്ടോ. ഭയങ്കര ഇഷ്ടാ. ദോശയും ചപ്പാത്തിയും സംഭവങ്ങളൊക്കെ ഉണ്ടാക്കും. വലിയ കറികളൊന്നും ഉണ്ടാക്കാനൊന്നും പഠിപ്പിച്ചിട്ടില്ല. എന്നാലും അത്യാവശ്യം ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യൂട്ടാ. ഈ ആൺപിള്ളേർക്കൊക്കെ നന്നായിട്ട് കുക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്, ചെയ്യാൻ അറിയും ചെയ്യാം. നമ്മൾ ഈ അമ്മമാര് ആൺകുട്ടിയാണ് അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ടാ പണ്ടത്തെ കാലത്ത്. ഇനിയുള്ള ജനറേഷനെ നമുക്കൊന്ന് മാറ്റിയെടുക്കാട്ടാ. അങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരണമെങ്കിൽ ഞാൻ മാത്രം വിചാരിച്ചാൽ പോരാന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും ഇന്ന് തൊട്ട് നിങ്ങളുടെ കുട്ടികളെ കൊണ്ട് ചെയ്യാൻ പറ്റണ അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്യിപ്പിക്കൂ. കുക്കിംഗ് ആണെങ്കിലും തുണികൾ കഴുകുന്നതാണെങ്കിലും എന്താണെങ്കിലും അവരെ കൊണ്ടൊന്ന് ചെയ്യിപ്പിച്ചു നോക്കൂ. കുട്ടികളൊക്കെ ഭാവിയിൽ വലുതായിട്ട് അവരിപ്പോ വേറൊരു ദേശത്തേക്ക് പോവാണ്, എന്തെങ്കിലും ജോലിക്കോ പഠിക്കാൻ വേറെ വല്ല സ്ഥലത്തേക്ക് പോവാണ്. അപ്പൊ അത്യാവശ്യം കാര്യങ്ങൾ അവർ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടെൻഷൻ കുറവല്ലേ. അപ്പൊ നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഇതൊക്കെ കുറെ നാളായിട്ട് ഒരു അവക്കാഡോ ഫ്രിഡ്ജിൽ ഇരിക്കണു കേട്ടാ. അത് പഴുത്ത് സെറ്റപ്പ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇന്ന് അതൊന്ന് ഷെയ്ക്ക് അടിച്ചാലോ. ഒരു അവക്കാഡോ ഷെയ്ക്കിൽ നിന്നാണ് കേട്ടോ എന്റെ ഈ വീഡിയോസിന്റെ എല്ലാത്തിന്റെയും തുടക്കം. കാണാത്തവര് മുമ്പത്തെ വീഡിയോസ് എടുത്തു നോക്കി അറിയാം. പണ്ടെപ്പോഴോ ഞാൻ ഒരു അവക്കാഡോ ഉണ്ടാക്കിയത് തൊട്ടാണ് ഞാനൊരു വ്ളോഗിങ് എന്നുള്ള ഒരു ചിന്ത എനിക്ക് വന്നത് കേട്ടാ. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയാട്ടോ. അവക്കാഡോ വാങ്ങിക്കുമ്പോ നല്ല പച്ചയാണ് നമുക്ക് കിട്ടുക. ഒരു 2-3 ദിവസം വല്ല കവറിലോ എന്തിലെങ്കിലും പുഴുക്കം കിട്ടുന്ന രീതിയിൽ അടച്ചു വെച്ച് കഴിഞ്ഞാൽ അത് പഴുത്ത് ഇതുപോലെയാവും, നല്ല ക്രീം പോലെയാവും. അതിനുശേഷമാണ് കേട്ടോ നമ്മൾ പാലും അവക്കാഡോയും ഇട്ടിട്ട് മധുരമൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് അടിക്കണത്. പ്രത്യേകിച്ച് പറയാൻ കാരണം ഇത് അറിയാവുന്നവര് വിചാരിക്കും ഇത് ആർക്കറിയാത്ത കാര്യമാണ്. പക്ഷെ ഇത് ഞാനിപ്പോ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള കാരണം എന്താണെന്നറിയോ. എന്റെ ഒരു ഫ്രണ്ട്, ഞാൻ അവളുടെ പേര് ഞാൻ വിശദമാക്കണില്ല, നമ്മുടെ നാട്ടുകാരി തന്നെയാണ്. കേൾക്കുമ്പോ അവൾക്കത് മനസ്സിലാവും. അവൾ എന്നോട് പറഞ്ഞ കാര്യ, ചേച്ചിയുടെ അവക്കാഡോ ഷെയ്ക്ക് കണ്ടിട്ട് ഞാനൊരു അവക്കാഡോയൊക്കെ വാങ്ങിച്ച് ഷെയ്ക്ക് അടിച്ചതാ, കച്ചട്ട് വയ്യാന്ന്. അത് പഴുത്തിട്ട് വേണ്ടേ ഷെയ്ക്ക് അടിക്കാൻ. എനിക്കറിയില്ലായിരുന്നു അവൾക്ക് അത് അറിയില്ലാന്ന്. അതുപോലെ തന്നെ ഒരു തവണ അമ്മയും അച്ഛനും വന്നപ്പോഴും ഞാൻ ഇത് ഷെയ്ക്ക് അടിച്ചു കൊടുത്തു. അവര് പോണ വഴിക്ക് അവക്കാഡോ വാങ്ങിച്ചു. അമ്മയും ഈ ഒരു അബദ്ധം തന്നെ ചെയ്തു കേട്ടാ. പിന്നെ ജീവിതത്തിൽ അമ്മ അവക്കാഡോ വാങ്ങിച്ചിട്ടില്ല. അതുകൊണ്ട് നോട്ട് ദ പോയിന്റ്. അവക്കാഡോ വാങ്ങിക്കുമ്പോ തന്നെ ജ്യൂസ് അടിക്കരുത്. ഞെക്കി നോക്കിയിട്ട് പഴുത്തെങ്കിൽ മാത്രമേ ജ്യൂസ് അടിക്കാവൂ കേട്ടാ. അതുപോലെ തന്നെ അവക്കാഡോ ഭയങ്കര ഒരു മാജിക് ഫ്രൂട്ട് ആണ്. അത് പഴുത്ത് വെറുതെ കഴിക്കുമ്പോ അതിന് പ്രത്യേകിച്ച് ഒരു ടേസ്റ്റും ഇല്ല. പക്ഷെ ഇതുപോലെ മധുരം കൂട്ടി ഷെയ്ക്ക് അടിക്കുമ്പോ അതിനൊരു ഭയങ്കര ടേസ്റ്റ് ആണ്. അതുപോലെ തന്നെ സാലഡ് ഉണ്ടല്ലോ, സാലഡ് ഉണ്ടാക്കുമ്പോ അതിലിട്ട് മിക്സ് ചെയ്ത് കഴിക്കുമ്പോഴും അതിന് വേറൊരു രുചിയാണ് കേട്ടോ. അങ്ങനെ പല പല വെറൈറ്റീസ് ഉണ്ട് അവക്കാഡോടെ. എനിക്ക് കൂടുതൽ വെറൈറ്റീസ് ഒന്നും അറിയില്ല. എന്തായാലും അവക്കാഡോ പാല് കൂട്ടി ഷെയ്ക്ക് അടിക്കുമ്പോഴാണ് ഏറ്റവും രുചി എന്നാണ് എനിക്ക് തോന്നണേ കേട്ടാ. അങ്ങനെ നമ്മൾ ഷെയ്ക്ക് ഉണ്ടാക്കലും കഴിഞ്ഞ് ഞങ്ങൾ കോട്ടിയാടിൽ പോയിരുന്ന് കഴിക്കുകയാണ് കേട്ടാ. അതിന്റെ ഇടയിൽ സ്ട്രോബെറി പേരയുടെ അവിടെ എന്തോ ഒരു കരട്, എന്തോ വലിയൊരു ഇല അതിന്റെ അടിയിൽ നിന്ന് വരുന്ന
ഒരു കുഞ്ഞു കൊമ്പുമ്മയൊക്കെ കിടക്കണ്ടായി. അപ്പൊ അതൊക്കെ നംശു മാറ്റി കൊടുക്കുകയാണ്. പിന്നെ നംശുവിന്റെ കുറെ കഥകളും എന്റെ കുറെ തള്ളലും ഒക്കെ കേട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി മറിച്ചിരുന്നു കേട്ടോ കുറെ നേരം. ഞാൻ മെയിനായിട്ട് പറയണ എന്താണെന്നറിയോ, ഞാനൊരു വീഡിയോ ഇതുപോലെ ഇടാനായിട്ട് ഒരു നല്ലൊരു വീഡിയോ, അതിൽ കുറെ പ്രകൃതിയായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണ പോലെ തോന്നിയൊരു വീഡിയോ ആയിരുന്നു അത്. ആ വീഡിയോ എന്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയിന്നേ. ഞാനന്ന് ഒരുപാട് സങ്കടപ്പെട്ടു. അപ്പൊ അതൊക്കെയാണ് ഞാൻ സീരിയസ് ആയിട്ട് നംശുവിനോട് പറഞ്ഞുകൊണ്ടിരുന്നിരുന്നത്. ഞാൻ ഇവിടെ ഇതുപോലെ ഇരുന്നിട്ട് ചെടി നടന്നതും കാര്യങ്ങളൊക്കെ അതിലുണ്ടായിരുന്നു. അപ്പൊ അതും ഞാൻ അവനോട് പങ്കുവെക്കായിരുന്നു കേട്ടാ. ഞങ്ങളുടെ തള്ളിമറക്കലൊക്കെ കഴിഞ്ഞ് നംശു TV കാണുന്നതിന്റെ ഇടയില് എനിക്ക് വന്നിട്ട് പറഞ്ഞു, അമ്മ ബെഡ് ബഗ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്, എന്നെ കിടന്നുറങ്ങിയപ്പോഴാന്ന് തോന്നുന്നു കടിച്ചേക്കണേ, എനിക്ക് ചൊറിഞ്ഞിട്ട് വയ്യാന്ന് കേട്ടാ. ഇതുകൊണ്ട് ഞാൻ കുറെ അനുഭവിച്ചിട്ടുള്ളതാണ് കേട്ടാ. പണ്ടത്തെ വീട്ടിൽ എന്നെ കടിച്ചിട്ടേ എനിക്ക് അലർജി ഉള്ള കാരണം എന്റെ മേല് മൊത്തം അതിങ്ങനെ ചൊറിഞ്ഞു തടിച്ചു കിടക്കും, ഉണങ്ങിയാലും ചൊറിഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ അതിനുള്ളൊരു പ്രതിവിധി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അയ്യോ, ആ കുപ്പിയുടെ പേരൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, ഹരിതാന്ന്. ഞാൻ ഈ കുപ്പി ഇത്ര എടുത്തുകൊണ്ട് നടന്നിട്ടും ഞാൻ അതുമത്തെ പേര് ശ്രദ്ധിച്ചില്ല കേട്ടാ. ഇപ്പൊ വീഡിയോ കാണുമ്പോഴാ മനസ്സിലാവണേ അതിന്റെ പേര് ഹരിതാന്നായിരുന്നു. അങ്ങനെ പ്രതീക്ഷിക്കാണ്ട് കണ്ടപ്പോ ഒരു സന്തോഷട്ടാ. അപ്പൊ നമ്മൾ ഇതുപോലെ ഒരു കുപ്പി എടുത്തിട്ട് അതിൽ കുറച്ച് ഡെറ്റോളും കുറച്ച് ഏതെങ്കിലും ഒരു വാഷിംഗ് ലിക്വിഡ്, ഹാൻഡ് വാഷിന്റെ ലിക്വിഡോ പാത്രം കഴുകണതിന്റെ ലിക്വിഡ് ഉണ്ടല്ലോ അതോ ഒഴിക്കുക. എന്നിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി കുലുക്കി കൊടുക്കുക കേട്ടാ. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഏത് കുപ്പിക്കും ഫിറ്റ് ആവണ ടൈപ്പ് സ്പ്രേ ചെയ്യണ സംഭവം നമുക്ക് മിക്ക കടകളിൽ നിന്ന് വാങ്ങാൻ കിട്ടും. അധികം റേറ്റ് ഒന്നും ഇല്ല കേട്ടാ. അത് വാങ്ങിച്ച് വെച്ചിട്ട്, അല്ലെങ്കിൽ സാധാരണ വേറെ ഏതെങ്കിലും ഒരു സ്പ്രേ ബോട്ടിൽ കാലി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൊഴിച്ചിട്ടാണെങ്കിൽ ഇതിങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ട് എവിടെയൊക്കെയാണോ ഇങ്ങനെ കുഷ്യൻസ് വരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കബോർഡുകളുടെ ഉള്ളില് കുഷ്യനുകൾ വരുന്നിടത്ത്, സെറ്റുകള്, സോഫകള്, കിടക്ക, അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ജസ്റ്റ് ഒന്നിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാട്ടോ. എല്ലാം ഒരെണ്ണം പോലും ഇല്ലാണ്ട് ചത്തു പൊക്കോളൂ കേട്ടോ, ഏതെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ. ഇതിപ്പോ നമുക്ക് എവിടെയുള്ളതെന്ന് കറക്റ്റ് ആയിട്ട് അറിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് എവിടെയൊക്കെ ഇങ്ങനത്തെ സ്ഥലങ്ങളുണ്ടോ എല്ലാവിടെയും ഞാൻ അടിച്ചു കൊടുക്കും കേട്ടോ. ഇത് ഞാൻ കണ്ടുപിടിച്ചപ്പോ എനിക്കുണ്ടായ സന്തോഷം എനിക്ക് ലോട്ടറി അടിച്ച പോലത്തെ സന്തോഷമായിരുന്നു. എന്താന്ന് വെച്ചാൽ ഇത് എന്തിന്റെ അലർജിയാന്ന് അറിയാണ്ട് ഞാൻ ഡോക്ടറെ വരെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഡോക്ടറെ പറഞ്ഞ ഇതൊരു പ്രാണി കടിക്കുന്നതാണ്, കിടക്കെടുത്ത് വെയിലത്തിടാൻ. ഞങ്ങളുടെ കിടക്കൊക്കെ അഞ്ചു കൊടുക്കത്തെ വെയിറ്റ് ആയിരുന്നു പണ്ടത്തെ വീട്ടിലേട്ടാ. അപ്പൊ അത് വെയിലത്തേക്കൊന്നും എടുത്തിടാൻ പറ്റിയില്ല. അപ്പോഴാണ് ഞാൻ ഗൂഗിളിൽ അടിച്ചു നോക്കിയത്. എനിക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞാൻ അപ്പൊ ഗൂഗിളിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ അടിച്ചു നോക്കും. അങ്ങനെ ആ കലാപരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ കുഞ്ഞിക്കിളിയുടെ കൂട്ടിലേക്ക് കാക്ക കുറെ നേരമായി വന്ന് മേലെ വന്നിരിക്കണു. ഞാൻ ആദ്യം കണ്ടില്ല. ഈ കാക്കയുടെ സൗണ്ട് കുറെ നേരമായിട്ട് കേട്ടു തുടങ്ങിയപ്പോ എനിക്ക് തോന്നി ഇവിടെ വന്നിരിക്കുകയാണ്. ഞാനപ്പൊ അതിനെ ഓടിപ്പിക്കാനൊന്ന് പുറത്തോട്ട് ഓടിയതാണ് കേട്ടാ. അങ്ങനെ ഡാൻസ് ക്ലാസ്സിൽ പോയ ജാനു തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടാ. എന്റെ അനിയനാണ് കൊണ്ടുവന്നത്, ശ്രീകുട്ടൻ. അവൻ വന്നപ്പോ ദേ കളർ ചെയ്യാന്നും പറഞ്ഞ് അവനെ പിടിച്ചിരുത്തിയേക്കാണ് കേട്ടോ രണ്ടുപേരും. അങ്ങനെ ദേ സ്റ്റോൺ ആർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാവരും ഓരോ സ്റ്റോണുകൾ എടുത്തിട്ട് അതുമ്മ തോന്നിയതൊക്കെ അങ്ങോട്ട് വരയ്ക്കുകയാണ് കേട്ടോ. എന്റെ അച്ഛൻ വരയ്ക്കുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായല്ലോ. അപ്പൊ എന്റെ അച്ഛന്റെ കഴിവ് എനിക്ക് കിട്ടിയ അത്രയൊക്കെ അവന് കിട്ടിയില്ലെങ്കിലും കുറച്ചൊക്കെ അവന് കിട്ടിയിട്ടുണ്ട് കേട്ടാ. ഞാൻ തമാശക്ക് പറഞ്ഞതാട്ടാ. അവനും വരയ്ക്കും കേട്ടോ നന്നായിട്ട്. അങ്ങനെ ഞാനും ജാനും നംശുവും അവനും ഒക്കെ കൂടിയിട്ട് എല്ലാരും കൂടിയിട്ട് അങ്ങോട്ട് വരയ്ക്കാനിരുന്നു കേട്ടോ. ഈ വരച്ചോണ്ടിരിക്കുന്ന കല്ലുകളുണ്ടല്ലോ, കവർ ഇരിക്കണുണ്ടോ എന്റെ കൈയുടെ അടുത്ത്, ആ കവർ നിറച്ച് കല്ലുകള് അന്ന് അതിരപ്പള്ളി പോയപ്പോ ജാനു പറക്കി പൊക്കി കൊണ്ട് വന്നേക്കണതാണ് കേട്ടോ. അന്ന് കളയാൻ പോലും അവളത് സമ്മതിച്ചിട്ടുണ്ടായില്ല. കാര്യം എന്തായാലും ഇപ്പൊ അത് ഉപകാരപ്പെട്ടു. ഞങ്ങളൊക്കെ കൂടി ഇരുന്ന് കുറെ കല്ലുകളുമ്മേ സ്റ്റോൺ ആർട്ട് ചെയ്തു. ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങൾ എല്ലാരും കൂടി ചെയ്ത പടങ്ങള്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവൻ പോട്ടേക്ക് പോയിട്ടാ. ഞാൻ അന്ന് പടം വരച്ച പിക്ചേഴ്സ് കാണിച്ചപ്പോ പറഞ്ഞില്ലേ കുറെ വേറെ ഉണ്ടെന്ന്. വരച്ചതും ഫ്രെയിം ചെയ്തതും ചെയ്യാത്തതായിട്ട് വേറെയും കുറെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് എനിക്ക് കുറച്ച് പ്രിന്റ് എടുക്കാനുണ്ട്. ഞാൻ അത് മറന്നിരിക്കായിരുന്നു. പ്രശാന്ത് ഏട്ടൻ പോയപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ച് പ്ലാനുകളൊക്കെ അയച്ചിടാ കേട്ടോ, അത് നീ പ്രിന്റ് എടുത്ത് വെച്ചോളൂ. അപ്പൊ ഞാൻ മോളിത്തെ റൂമിൽ കയറിയിട്ട് നമ്മൾ പ്രിന്റ് എടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ ചേട്ടന്റെ പ്ലാനുകളൊക്കെ. ഈ റൂമിൽ അങ്ങനെ എപ്പോഴും കേറില്ല കേട്ടോ, പക്ഷെ കേറി കഴിഞ്ഞാൽ ഇറങ്ങാൻ തോന്നില്ല. ഭയങ്കര രസമായി റൂം. ആ സൈഡിൽ ഗ്ലാസ് ഇട്ടേക്കെന്തേ നമ്മുടെ അപ്പുറത്തുള്ള ഫ്രൂട്ട്സ് പ്ലാന്റുകൾ കാണാൻ വേണ്ടിയിട്ടാണേ. അപ്പൊ അതിൽ കയറി കഴിഞ്ഞപ്പോ ഒരു വൈകുന്നേരം സമയമാണ്. അപ്പൊ എനിക്ക് തോന്നി കുറച്ചു നേരം അവിടെ അങ്ങോട്ട് നിക്കാം, ആ ഫ്രൂട്ട്സ് പ്ലാന്റ്സും അപ്പുറത്തോട്ടൊക്കെ നോക്കി അങ്ങനെ നിക്കാന്ന് വിചാരിച്ചു. ഈ റൂമിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഹോം ടൂറിൽ ആഡ് ചെയ്യാം കേട്ടോ. ഹോം ടൂർ ചോദിച്ചവര് ഭയങ്കര വെയിറ്റിംഗ് ആണെന്ന് എനിക്ക് അറിയാം. എന്തായാലും ഞാൻ 2 ആഴ്ചക്കുള്ളിൽ എന്തായാലും ഞാൻ ഇടാട്ടോ ഹോം ടൂർ. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ ബാൽക്കണിയും സംഭവങ്ങളെല്ലാം കാണിച്ച് ഞാൻ പറഞ്ഞു തരാട്ടോ. അപ്പൊ നമുക്ക് അടുത്ത വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാട്ടോ. ടാറ്റാ ബൈ.